ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എമിറേറ്റ്സ് ലോട്ടോ തിരിച്ചു വന്നു. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചു വരുമ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യൽ നിർബന്ധമാണ്. കാരണം എമിറേറ്റ്സ് ലോട്ടോയെക്കുറിച്ചുള്ള 2-3 വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അപ്പോൾ യാദൃശ്ചികമായിട്ട് എമിറേറ്റ്സ് ലോട്ടോ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പല സുഹൃത്തുക്കളും പറയാറുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് തിരിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ച് അറിയിക്കണം, വീഡിയോ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ മാസം ലാസ്റ്റാണ് എമിറേറ്റ്സ് ലോട്ടോ പുതിയൊരു നെയിമിൽ തിരിച്ചു വന്നത്. മാസൂസ് എന്നൊരു പേരിലാണ് വന്നിട്ടുള്ളത്. എമിറേറ്റ്സ് ലോട്ടോ അല്ല. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എമിറേറ്റ്സ് ലോട്ടോ അടിച്ചാൽ തന്നെ ഈ ഒരു സൈറ്റായിരിക്കും നിങ്ങൾക്ക് കാണാം, mazoos.ai എന്നുള്ളൊരു സൈറ്റ്. അപ്പോൾ ഏകദേശം എമിറേറ്റ്സ് ലോട്ടോ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ രീതിയിലൊക്കെ തന്നെയാണ്. ചില മാറ്റങ്ങൾ പ്രൈസിലും അതുപോലെ തന്നെ ഗെയിം കളിക്കുന്നതിലൊക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ കളക്റ്റിംഗ് കാർഡ് വാങ്ങിയിട്ടായിരുന്നു ഗെയിം കളിച്ചിരുന്നത്. ഇപ്പോൾ നേരിട്ട് ഗെയിമിലേക്ക് എൻ്റർ ചെയ്തിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡൊക്കെ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ പ്രൈസിലും ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്നൊക്കെ തുടർന്ന് നോക്കാം. അപ്പോൾ പല സുഹൃത്തുക്കളും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ചാനൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കരുത്. നമുക്ക് എമിറേറ്റ്സ് ലോട്ടോയുടെ, അതായത് മാസൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന എമിറേറ്റ്സ് ലോട്ടോയുടെ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ മാസൂസ് എന്ന പേരിലാണ് ഇപ്പോൾ എമിറേറ്റ്സ് ലോട്ടോ അറിയുന്നത്. എൻ്റെ സൈറ്റൊക്കെ അതുപോലെ തന്നെയാണ്, ഏകദേശം പേര് മാസൂസ് എന്ന പേരിലാക്കിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാത്തവർ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട്. അതായത് നിങ്ങളുടെ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അത് ആ പാസ്വേഡ് ഒന്നുകൂടെ കൺഫേം ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏത് കൺട്രി ചില കൺട്രി കോഡ് സെലക്ട് ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് സെൻഡ് OTP എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് OTP വരും. അതിനുശേഷം ഇവിടെ OTP എൻ്റർ ചെയ്തിട്ടൊന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രീൻ കളറായി മാറും. അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് നെയിം, നിങ്ങളുടെ ലാസ്റ്റ് നെയിം ഓർ മിഡിൽ നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. മെയിൽ ഫീമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നാഷണാലിറ്റി സെലക്ട് ചെയ്യുക. അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്രസ്സ് കൊടുക്കുക. ടൗണ്, സിപ്പ് കോഡ്, പോസ്റ്റൽ നമ്പർ കൊടുക്കുക. കൺട്രി ഓഫ് റെസിഡൻസ്, ഇനി ഇന്ത്യയിലല്ല വിദേശത്ത് എവിടെയെങ്കിലും താമസിക്കുന്നതിനാണെങ്കിൽ ആ റെസിഡൻസ് കൺട്രി ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. അതിനുശേഷം ഈ 2 കൺഫേം കാര്യങ്ങളും ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഞാനിപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ലോഗിൻ ചെയ്യാണ്. അങ്ങനെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിതുപോലെ ലോഗിൻ ചെയ്യുക. ഓക്കെ, ഇനി എമിറേറ്റ്സ് ലോട്ടിൽ നിന്നുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഗെയിം കളിക്കാൻ നേരത്തെ കളക്റ്റിംഗ് കാർഡുകളായിരുന്നു യൂസ് ചെയ്തിരുന്നത്. എമിറേറ്റ്സ് ലോട്ടോൻ്റെ ഒരു 35 ദിർഹത്തിൻ്റെ കുറേ കളക്റ്റിംഗ് കാർഡ്സ് ആയിരുന്നു. ആ കാർഡ് വാങ്ങിയിട്ട് ആ നമ്പർ എൻ്റർ ചെയ്തിട്ടായിരുന്നു നമ്മൾ പ്ലേനോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് പ്ലേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിരുന്നുള്ളൂ. ഇപ്പോൾ അതില്ല, നേരിട്ട് നിങ്ങൾക്ക് ഗെയിമിലേക്ക് എൻ്റർ ചെയ്തിട്ട് ചെയ്യാവുന്നൊരു പ്രോസസ്സാണ്. അത് നമുക്ക് കാണിക്കാം. പിന്നെ ഹൗ ടു പ്ലേ എന്നുള്ള ആ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം പ്ലാനോ ഒന്ന് കൊടുക്കുക. അതിനുശേഷം 6 നമ്പർ പിക്ക് ചെയ്യുക. അത് ആഡ് ടു കാർഡ്, നമ്മളൊരു ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന പോലെ ആഡ് ടു കാർട്ടിൽ കൊടുക്കുക. അതിനുശേഷം അത് പർച്ചേസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ കൊടുത്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ മൊബൈലിലേക്ക് കൺഫർമേഷൻ കോഡ് വരും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗെയിമിൽ പങ്കെടുത്തു കഴിഞ്ഞു. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളും ആണ് ലോട്ടോ ഉള്ളത്. എവറി സാറ്റർഡേ ആണ് എമിറേറ്റ്സ് ലോട്ടോൻ്റെ. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളും നറുക്കെടുപ്പ്. അതുപോലെ തന്നെ ബമ്പർ പ്രൈസ് വന്ന് നിൽക്കുന്നത് 50 മില്യണിലാണ്. അതായത് 35 മില്യണാണ് ഇതിൻ്റെ റിയൽ പ്രൈസ്. പക്ഷേ ഓരോ നറുക്കെടുപ്പിലും അടിച്ചില്ലെങ്കിൽ അത് 5 മില്യൺ വെച്ചിട്ട് കൂടിയിട്ട് മാക്സിമം 50 മില്യണിൽ വന്ന് നിൽക്കും അടുത്തൊരു ഈ ബമ്പർ പ്രൈസ് അടിക്കുന്നത് വരെ. അപ്പോൾ ഇതുവരെ എമിറേറ്റ്സ് ലോട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട് ആർക്കും വിന്നിങ് പ്രൈസ്, അതായത് ബമ്പർ പ്രൈസ് ഇതുവരെ അടിച്ചിട്ടില്ല. കാരണം നമ്മളെ ബിഗ് ടിക്കറ്റ് പോലെ ഒരു ബമ്പർ പ്രൈസ് നിർബന്ധമായിട്ട് ഇതിൽ അടിക്കില്ല. അത് കാരണം ഒരു ലോട്ടോ ജാക്ക്പോട്ട് ബമ്പർ ആയതുകൊണ്ട് തന്നെ 6 നമ്പറും ആ സെറ്റ് ഓഫ് 6 നമ്പറും കറക്റ്റായി വന്നാൽ മാത്രമേ ഇതിൻ്റെ ബമ്പർ പ്രൈസ് അടിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അടിക്കാത്തതുകൊണ്ട് 50 മില്യണിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത് റീസ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ ആഴ്ച മുതലാണ്. കഴിഞ്ഞ ആഴ്ച ഒരു നറുക്കെടുപ്പ് നടന്നു. അതിലും ആർക്കും തന്നെ ബമ്പർ പ്രൈസ് ഒന്നും അടിച്ചിട്ടില്ല. പിന്നീടുള്ളത് ഹൗ ടു വിഡ്രോ. നിങ്ങൾക്ക് പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് പ്രൈസ് അടിച്ചാൽ മാത്രമേ നമ്മൾ UAE പോയിട്ട്
അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതായത് ബമ്പർ പ്രൈസ് അടിച്ചാൽ മാത്രമേ നേരിട്ട് പോയിട്ട് കളക്ട് ചെയ്യേണ്ടതുള്ളൂ. സെക്കൻഡ് പ്രൈസ് അതായത് 5 നമ്പർ ശരിയായാൽ 1 മില്യനാണ്. അത് എത്ര പേർക്കാണ് അടിക്കുന്നത് വെച്ചാൽ ആ 1 മില്യൺ ഷെയർ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ നറുക്കെടുപ്പിൽ 2 പേർക്കാണ് അടിച്ചത്. അപ്പോൾ 500,000 വെച്ചിട്ട് 2 ആൾക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അത് ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടാണ് ചെയ്യാൻ സാധിക്കുക. മറ്റുള്ളതൊക്കെ നമ്മുടെ ഈ ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ടോട്ടൽ ബാലൻസ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ വിന്നിങ് ബാലൻസ് നിങ്ങൾക്ക് കാണാം. അതായത് നമുക്ക് കിട്ടിയ നമുക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ടെങ്കിൽ 3-ാം പ്രൈസ് മുതൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ വിന്നിങ് ബാലൻസ് ആയിട്ട് കിടക്കും. പിന്നീട് അത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഓർ വിഡ്രോ എന്നുള്ള ഒരു സെക്ഷനിൽ വന്നാൽ അത് നമ്മുടെ അതിൽ കിട്ടിയ എമൗണ്ട് എത്രയാണ് അത് നമ്മുടെ ബാങ്കിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എമിറേറ്റ്സ് സ്ലോട്ടിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസിലും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു നേരത്തെ 4 നമ്പർ ശരിയായാൽ 300 ദിർഹം വെച്ചായിരുന്നു ലഭിച്ചിരുന്നത്. ഇപ്പോൾ അത് 1000 ദിർഹം വെച്ചിട്ടാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് കാണാം അവിടെ 4 പ്രൈസുകളാണ് ടോട്ടലായിട്ട് ഇതിലുണ്ടാകുക. 6 നമ്പർ ശരിയാവണം, 5 നമ്പർ ശരിയാവുക, 4 നമ്പർ ശരിയാവുക, മിനിമം 3 നമ്പറെങ്കിലും ശരിയായാൽ 35 ദിർഹം, അതായത് നമ്മൾ എടുത്ത ടിക്കറ്റിൻ്റെ പൈസ തിരിച്ചു കിട്ടും അർത്ഥം. 4 നമ്പർ ശരിയായവർക്കൊക്കെ തന്നെ 1000 ദിർഹം വെച്ചിട്ട് ലഭിക്കുന്നുണ്ട്. 5 നമ്പർ ശരിയായാൽ 1 മില്യനാണ്. അത് എത്ര പേർക്ക് ശരിയാകുന്നു ആ 1 മില്യൺ ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. ബമ്പർ പ്രൈസും അത് തന്നെയാണ്, 15 മില്യനാണ്. അത് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ശരിയാവുകയാണെങ്കിൽ 15 മില്യൺ ഷെയർ ചെയ്തിട്ടായിരിക്കും പ്രൈസ് ലഭിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നെ കളക്റ്റിംഗ് കാർഡിൻ്റെ ആ ഒരു വിഷയം മാത്രം ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളൂ. മറ്റുള്ളതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത എമിറേറ്റ്സ് ലോട്ടോൻ്റെ അതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇതുപോലെ എന്താ പറയുക ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അടുത്ത ഡ്രോ 12-ാം തീയതിയാണ്, ശനിയാഴ്ചയാണ്. അതുവരെ എല്ലാ സമയമൊക്കെ ഇവിടെ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം പ്ലേ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ 5 ലൈൻസാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഈ 5 ലൈൻസിൽ ലൈൻ 1 അങ്ങനെ അത്ര കൂടുതൽ ഇനിയും ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് മോർ ലൈൻസ് കൊടുത്താൽ വീണ്ടും ഒരു 5 ലൈൻസ് കൂടി ഇതിൽ കയറി വരും. അപ്പോൾ ഇതിന് നിങ്ങൾക്കറിയാം നേരത്തെ ഇല്ലാതുപോലെ തന്നെ 1 മുതൽ 49 വരെയുള്ള നമ്പറുകളാണ്. ഇതിൽ നിന്ന് 6 നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ മാനുവലായിട്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യുക. ഇങ്ങനെ 6 നമ്പർ സെലക്ട് ചെയ്യുക. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാൻഡം, ഇവിടെ ഒരു റാൻഡം ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കണ്ടോ ഇതുപോലെ റാൻഡമായിട്ട് സിസ്റ്റം തന്നെ സെലക്ട് ചെയ്തിരുന്ന നമ്പേഴ്സ് ഉണ്ട്. ഇതുപോലെ നിങ്ങൾ ഓരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്പേഴ്സും മാറും. ഇനിയിപ്പോൾ ഈ ലൈനിലല്ല നമുക്ക് വേണ്ടി ഈ ലൈനിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ സെലക്ട് ചെയ്യുക. ഇനി എല്ലാ ലൈനിൽ നിന്നും ഓരോ നമ്പറാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ റാൻഡം ഓൾ ലൈൻസ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാത്തിലും തന്നെ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം പിക്ക് ചെയ്യും. ഇനി അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ഓൾ ലൈൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും ലൈനിൽ നിന്ന് 6 നമ്പർ പിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലൈനിൽ നിന്ന് ഒരു 6 നമ്പർ പിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ റാൻഡമായിട്ട് പിക്ക് ചെയ്തു, ഇങ്ങനെ പിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 35 ദിർഹമാണ് ഇതിൻ്റെ ചാർജ്. അത് നേരെ ആഡ് ടു കാർട്ട് എന്ന് കൊടുക്കുക. നമ്മളൊരു ഓൺലൈൻ പർച്ചേസൊക്കെ നടത്തുന്ന പോലെ തന്നെ ആഡ് ടു കാർട്ട് എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെക്കൗട്ട് എന്ന് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ എൻ്റെ കാർഡ് ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ന്യൂ കാർഡ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ കാർഡ് കാണുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ കാർഡ് കൊടുക്കാനൊരു ഓപ്ഷൻ ആയിരിക്കും കൊടുക്കുകയാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ. അതിനുശേഷം നിങ്ങളുടെ കാർഡിൻ്റെ നമ്പറും എക്സ്പയറി ഡേറ്റും സെക്യൂരിറ്റി കോഡും കാർഡിലെ നെയിമും ഒക്കെ കൊടുത്തിട്ട് പേ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ 35 ദിർഹാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് സൗദിയിലാണ്. അപ്പോൾ ചെറിയ ഒരു വേരിയേഷൻ ഉണ്ടാവും. റിയാലിൻ്റെയും ദിർഹത്തിൻ്റെയും ഒരു ചെറിയൊരു കൺവേർഷനിലുള്ള കറൻസിയിൽ എക്സ്ചേഞ്ചിലുള്ളൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ 37.54 ഏകദേശം ഒരു 38-39 റിയാലിൻ്റെ അടുത്ത് വരും സൗദി റിയാലിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇത് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് അത് നിങ്ങളെ കളക്ഷനായിട്ട് വന്നിട്ടുണ്ടാവും അവിടെ. അതല്ല പിന്നീട് അത് ഗെയിമിൽ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളാ കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതോടുകൂടി നിങ്ങളെ ഗെയിമിൽ വന്ന് കിടന്നിട്ടുണ്ടാവും. ഓക്കെ, പ്രത്യേകിച്ച് പിന്നെ അതിലൊന്നും ചെയ്യാനില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈ അക്കൗണ്ടിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞിട്ട്
നിങ്ങൾ മൈ ഗെയിംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിലവിൽ ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 6 സെറ്റ് നമ്പറാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ എന്താ പറയുക, നെക്സ്റ്റ് നറുക്കെടുപ്പ് ഡേറ്റ്, ടിക്കറ്റിൻ്റെ നമ്പർ, ID ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യൂ ടിക്കറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ലിപ്പ് കാണാം. നമ്മുടെ ടിക്കറ്റിൻ്റെ ഒരു സ്ലിപ്പാണിത്. അതിലെല്ലാ കാര്യങ്ങളൊക്കെ ടിക്കറ്റ് നമ്പറും ടിക്കറ്റ് IDയും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇത് എന്നാ നറുക്കെടുക്കുന്ന ലൈവ് സ്ട്രീമൊക്കെ നമുക്കിവിടെ ലൈവ് സ്ട്രീമായിട്ട് ഇവിടെ ഈ സൈറ്റിൽ തന്നെ വന്നാൽ കാണാൻ സാധിക്കും. ലൈവ് ഡ്രോ ഒക്കെ എല്ലാ ശനിയാഴ്ചയും UAE ടൈം 9 മണിക്ക്, രാത്രി 9 മണിക്കാണ് ഇതിൻ്റെ നറുക്കെടുപ്പ്. UAE ടൈം ആയിരിക്കാം മിക്കവാറും. ഓക്കെ, അതുപോലെ തന്നെ പ്രീവിയസ് ഡ്രോ റിസൾട്ട് ക്ലിക്ക് ചെയ്തതിന് നമുക്ക് ഇതിന് മുൻപ് എടുത്ത ആഴ്ചയിലെ പ്രീവിയസ് നമ്പർ ഇതായിരുന്നു. വിന്നിംഗ് പ്രൈസ് സെലക്ട് നമ്പർ, എന്താ പറയുക, ബമ്പർ നമ്പർ ഇതായിരുന്നു. പക്ഷേ അത് ആർക്കും അടിച്ചിട്ടില്ല. പൊതുവേ അത് ആർക്കും വല്ലാതെ ബമ്പർ പ്രൈസ് അടിക്കാറില്ല. അതെല്ലാ ജാക്ക് പോട്ടും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ലോകത്തിലെ പല സ്ഥലങ്ങളിലും ജാക്ക് പോട്ടുണ്ട്. അതെല്ലാ നറുക്കെടുപ്പിലൊന്നും ബമ്പർ പ്രൈസ് അടിക്കില്ല. എപ്പോഴെങ്കിലും ഒരു ബമ്പർ പ്രൈസ് അടിക്കുള്ളൂ. അടിച്ചു കഴിഞ്ഞാൽ ഒരു വൻ സംഖ്യ ആയിരിക്കുന്നു മാത്രം. അപ്പോൾ പ്രീവിയസ് റിസൾട്ട് ഇതായിരുന്നു. അതായത് ഈ നവംബർ ലാസ്റ്റാണ് ഇത് റീഓപ്പൺ ചെയ്തത്. അന്ന് അവർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബറോടുകൂടി, ഈ വർഷം ഡിസംബറോടുകൂടി അതല്ലെങ്കിൽ ജനുവരിയോടുകൂടി പുതിയ മാറ്റങ്ങളുമായിട്ട് എമിറേറ്റ്സിലോട്ടോ തിരിച്ചു വരുന്ന അന്ന് അവർ ക്ലോസ് ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു, ഡിസംബർ 5-ാം തീയതി ആയിരുന്നു ഇത് ഫസ്റ്റ് നറുക്കെടുപ്പ്. പിന്നെ തിരിച്ചു വന്നിട്ടുള്ള ഫസ്റ്റ് നറുക്കെടുപ്പ് നടന്നത്. ഓക്കെ, അതാണ് ഈ പ്രീവിയസ് ഡ്രോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ കുറേ വൈഡായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ എമിറേറ്റ്സിലോട്ട് കടിച്ചവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം. ഏകദേശം അതിൽ നിന്ന് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് കണ്ടൊക്കെ വേണ്ടിയിരുന്നു. ഇപ്പോൾ നേരിട്ട് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് ഗെയിമിലേക്ക് പോകുന്ന ഒരു ഓപ്ഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എമിറേറ്റ്സ് ലോട്ടോയുടെ, അതായത് മാസൂസിൻ്റെ പുതിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് സജസ്റ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല നല്ല വീഡിയോകളുമായി അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ വീണ്ടും കാണാം. Till then, it's me, Naushad, signing off.